അശ്വതി. നേരം സന്ധ്യയാകാറായിട്ടും പീടികയിൽ നല്ല തിരക്കായിരുന്നു. എന്നെപ്പോലെ തന്നെ എല്ലാവരും മഴ തീരാൻ കാത്തു നിൽക്കുകയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പകൽ മുഴുവൻ മഴയായിരുന്നല്ലോ. ഒന്ന് തീർന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. വീട്ടിലാണെങ്കിൽ പല സാധനങ്ങളും ഇല്ലായിരുന്നു. ഉപ്പ്, മുളക്, അരി, ഗോതമ്പ് പൊടി, അങ്ങനെ പലതും. പക്ഷേ എനിക്ക് മഴയത്ത് കുന്ന് കയറി ഇറങ്ങി പീടികയിലേക്ക് പോകാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ആകാശത്ത് നോക്കി മറ്റൊന്നും ചെയ്യാതെ അക്ഷമനായി ഞാൻ വീട്ടിലിരുന്നു. പീടികയിൽ വന്നവരിൽ കൂടുതലും പ്രായം ചെന്ന തൊഴിലാളികളും സ്ത്രീകളുമായിരുന്നു. അവരിൽ ചില അവളുടെ ഉടുപ്പിന് നിറമുണ്ടായിരുന്നില്ല. അത്രമേൽ അത് പഴകിയിരുന്നു. മുടിയിൽ എണ്ണയുണ്ടായിരുന്നില്ല. അത് വാർന്നു കെട്ടിയിട്ടോ പിന്നിയിട്ടോ ഒന്നും ചെയ്യാതെ സമൃദ്ധമായി കാട് പിടിച്ചു കിടന്നു. പക്ഷേ എൻ്റെ ശ്രദ്ധ അതിലൊന്നുമായിരുന്നില്ല. എൻ്റെ ശ്രദ്ധ അവളുടെ സാമാന്യത്തിലധികം വലിപ്പമുള്ള മനോഹരമായ കണ്ണുകളിലായിരുന്നു. ആ കണ്ണുകളിൽ ലോകം മുഴുവൻ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളുടെ ശോഷിച്ച ചുമലിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു, പേരെന്താ? കുട്ടി തൻ്റെ നേരെ സംശയത്തോടെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അവൾ മടിച്ചുകൊണ്ട് പറഞ്ഞു, അശ്വതി. അപ്പോഴും അവളുടെ മുഖത്ത് സംശയമുണ്ടായിരുന്നു. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു, നല്ല പേര്. അപ്പോഴും കുട്ടി ഒന്നും പറഞ്ഞില്ല. ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്തില്ല. വരാന്തയുടെ വക്കിലുള്ള മേശയുടെ മുകളിൽ ധാരാളം ഭരണികളുണ്ടായിരുന്നു, കുപ്പികളുടെയും പ്ലാസ്റ്റിക്കുകളുടെയും. അവയിലൊക്കെ പലതരത്തിലുള്ള മിഠായികളും ചെറിയ ചെറിയ കേക്കുകളും ബിസ്ക്കറ്റുകളുമായിരുന്നു. മിഠായികൾ മനോഹരമായ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞിരുന്നു. കുട്ടിയുടെ ചുരുട്ടിപ്പിടിച്ച വലതുകൈ ഒരു ഭരണിയുടെ മുകളിലായിരുന്നു. അവളുടെ ശ്രദ്ധയാകട്ടെ ഇടയ്ക്ക് ഭരണിയിലും ഇടയ്ക്ക് പീടികക്കാരൻ്റെ മുഖത്തും മാറി മാറി പതിഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ പീടികക്കാരൻ കുട്ടിയെ കാണുന്നുണ്ടായിരുന്നില്ല. തിരക്ക് ഏതാണ്ട് തീർന്നപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, കുറേ നേരമായല്ലോ വന്നിട്ട്, എന്തൊക്കെയാ വേണ്ടത്? പക്ഷേ ഞാൻ പറഞ്ഞു, അത് സാരമില്ല, നിങ്ങൾ ആദ്യം ഇവളെ വിടൂ, ഇവൾ എന്നേക്കാളും മുമ്പേ വന്നതാ. എന്നിട്ട് അവളുടെ വലിയ കണ്ണുകളിലേക്ക് സ്നേഹത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, അല്ലേ? പീടികക്കാരൻ വരാന്തയുടെ വക്കത്ത് കുട്ടി നിന്നെടുത്ത് വന്നു ചോദിച്ചു, എന്താ വേണ്ടത് മോളെ? കുട്ടി അപ്പോൾ മുറുക്കി പിടിച്ച കൈകൊണ്ട് ഭരണി തൊട്ട് കാണിച്ചു. പീടികക്കാരൻ എത്രയെന്ന് ചോദിച്ചപ്പോൾ കൈ തുറന്ന് കാണിച്ചു. അവളുടെ കയ്യിലുണ്ടായിരുന്നത് ക്ലാവ് പിടിച്ച ഒരു 20 പൈസ തുട്ടായിരുന്നു. പീടികക്കാരൻ പെട്ടെന്ന് പറഞ്ഞു, മോളെ, അതിന് 50 പൈസയാണല്ലോ. ഭരണിയുടെ മൂടി തുറക്കാൻ പോയ അയാൾ പിന്നീട് തുറന്നില്ല. ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. എന്നിട്ട് വിശേഷിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ എന്നോട് ചോദിച്ചു, എന്തൊക്കെയാ? അരി വേണ്ടേ? എത്ര കിലോയാ? അവളുടെ കയ്യാകട്ടെ ഭരണിയുടെ പുറത്തായിരുന്നു. പീടികക്കാരൻ പറഞ്ഞതൊന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നൊരു ഉൾക്കിടലത്തോടെ ഞാൻ ഓർത്തു. ഞാൻ പീടികക്കാരനോട് ചോദിച്ചു, അവിടെ 50 പൈസയ്ക്ക് കുറഞ്ഞ മുട്ടായിയൊന്നുമില്ലേ? ഇല്ല എന്ന് അയാൾ തലയാട്ടി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മുട്ടായിക്കൊക്കെ ഇപ്പോൾ തീ വിലയല്ലേ? ഒരു നിമിഷം നേരം അവിടെ ഭരണികളിലേക്കെല്ലാം ഞാൻ കണ്ണോടിച്ച് ഒരു വലിയ ഭരണിയിൽ നിന്നും മനോഹരമായ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു മിഠായി ഞാനെടുത്തു. അതിന് അല്പം നീണ്ട ഒരു പിടിയുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാതെ തന്നെ പീടികക്കാരൻ പറഞ്ഞു, ഇത് ലോലിപോപ്പാ, 1.5 ഉറുപ്പികയാ വില. ഞാൻ ഒന്നും പറയാതെ ഒരു ലോലിപോപ്പ് എടുത്ത് കുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. കുട്ടി മടിച്ചപ്പോൾ ഞാൻ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് നിനക്കാ, വാങ്ങിക്കോ. കുട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നതല്ലാതെ മിഠായി വാങ്ങിയില്ല. വാങ്ങിക്കോ മോളെ, അച്ചാച്ചൻ തരുന്നതല്ലേ. എന്നിട്ട് അയാൾ അത് കുട്ടിയുടെ കയ്യിൽ നിർബന്ധപൂർവ്വം വെച്ചു കൊടുത്തു. കുട്ടി ഒരു നിമിഷ നേരം എൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പൊടുന്നനെ അവളുടെ മുഖം പ്രകാശപൂരിതമാകുകയും ചെയ്തു. ഞാൻ ഒന്നും പറയാതെ അവളെ തന്നെ നോക്കി നിൽക്കുക മാത്രം ചെയ്തു. പിന്നീട് അവൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ പീടികക്കാരൻ പറഞ്ഞു, നിൽക്ക്. അയാൾ ആദ്യത്തെ ഭരണിയിൽ നിന്നും ഒരു മുട്ടായി എടുത്ത് കുട്ടിയുടെ കയ്യിൽ വച്ചു കൊടുത്തു. ഇതൊന്ന് എടുത്തോളൂ. കുട്ടി അപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന 20 പൈസ എടുത്ത് അയാൾക്ക് കൊടുത്തു. അയാളത് വാങ്ങില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അയാളത് വാങ്ങി. എൻ്റെ നോട്ടം കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, എന്നാലും എനിക്ക് നഷ്ടം തന്നെയാ. ഞാൻ ഒന്നും പറഞ്ഞില്ല. എങ്കിലും അയാളുടെ മുഖത്ത് ജാള്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. കുട്ടിയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. പീടികക്കാരൻ വീണ്ടും പറഞ്ഞു,
തീപ്പെട്ടി കമ്പനിയിലെ ഒരു തമിഴിൻ്റെ മകളാ. ഞാൻ ഒന്നും പറഞ്ഞില്ല.